കൊണ്ടോ മന്ത്രി വന്നതുകൊണ്ടോ അല്ല, കാലാവസ്ഥ കൊണ്ട് വന്ന മാറ്റമാണ്. ഒരു കാര്യം നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. കേരളം നമുക്ക് ഇത്രയും ജനസമ്പത്തുണ്ടായിട്ട് നമുക്ക് ആവശ്യമായ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. നമുക്കിപ്പോൾ ആകെ ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന 1600 മെഗാവാട്ടാണ്. 4700, 5000 അതിൻ്റെ മുകളിൽ മെഗാവാട്ട് നമുക്ക് ആവശ്യം വരുമ്പോൾ നമുക്ക് ഇതുവരെ എല്ലാ കുട്ടിഘോഷിക്കുമ്പോഴും ഉത്പാദിപ്പിക്കാൻ സാധിക്കുന്ന 1600 ആണ്. 1700 മെഗാവാട്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നതാണ്. ബാക്കി 650 നമ്മുടെ ദീർഘകാല കരാറാണ്. 150 മെഗാവാട്ട് ഹ്രസ്വകാല കരാറിനാണ് വാങ്ങുന്നത്. അപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ എല്ലാ അവകാശവാദങ്ങളും ഉന്നയിക്കുമ്പോഴും നമ്മൾ ഉത്പാദിപ്പിക്കുന്ന 1600. ഞാൻ നാളെ ഏതായാലും ശ്രീകണ്ഠപുരത്തെ ബസ് പ്രൊജക്റ്റും വയനാട്ടിലെയും മുള്ളേരിയയിലെയും ബസ് സംവിധാനം, ബസ് എന്ന് പറഞ്ഞാൽ ബാറ്ററി എനർജി സ്റ്റോറേജ്, അത് പഠിക്കാൻ വേണ്ടി വേഗത്തിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. ഇത് കൂടുതലായിട്ട് എല്ലാവരെയും പഠിപ്പിക്കാൻ ബാധ്യസ്ഥരാണ്, പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ്. കർണാടക മന്ത്രി എന്നെ ഇങ്ങോട്ട് വിളിച്ചു. അതാരാ? കർണാടകത്തിലെ വൈദ്യുതി മന്ത്രിയായിരുന്നു KJ ജോർജ്. അദ്ദേഹം ഇന്നലെ 2 പ്രാവശ്യം എന്നോട് ഇങ്ങോട്ട് വിളിച്ചു. അപ്പോൾ അവിടെ നിന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തരും. ഈ മുള്ളേരിയ സെപ്റ്റംബർ 15 തീർക്കാൻ പറ്റും. സമയത്തിന് തീർക്കാനാണ് പ്ലാൻ ഇടുന്നത്. അത് അവർക്ക് വളരെ ശക്തമായ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ഇവിടെ ചെയർമാൻ പറഞ്ഞത് തീർക്കാൻ കഴിയുന്നില്ലെങ്കിൽ നടപടി എടുക്കുന്നതാണ്. തീർക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നടപടി ഒഴിവാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നാളെ ആ 3 സ്ഥലം സന്ദർശിച്ച് എന്താണെന്ന് വിലയിരുത്തി അതിനെ ഡയറക്ടറും പ്രത്യേകിച്ച് ജനറേഷൻ്റെ ഡയറക്ടറോടും അതിൻ്റെ ചാർജുള്ള ഉദ്യോഗസ്ഥന്മാർ സി ഉൾപ്പെടെയുള്ളവരോടും കൂടി വരാൻ പറഞ്ഞു. ഈ താങ്കൾ ഈ KPCC 2 പദവിയിൽ നിന്ന് എപ്പോഴാണ് ഒന്ന് ഫ്രീ ആവുമോ? എപ്പോഴാന്ന് പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ട്? ഞാനിപ്പം ഇരിട്ടിയിലേക്ക് വന്ന് നിങ്ങൾ എന്നെ കണ്ടുവരുന്നു. ബാരാപ്പോളിന്റെ സ്ഥിതി സാറേ? ബാരാപ്പോൾ അത് ചോദിച്ചത് നന്നായി ഉന്മേഷേ. നേരത്തെ അവകാശവാദം പറഞ്ഞില്ലേ? ബാരാപ്പോൾ എപ്പോഴാണ് കേടായത്? 1 വർഷം കഴിഞ്ഞില്ലേ? കഴിഞ്ഞ ജൂണിലല്ലേ? കഴിഞ്ഞ ജൂണെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞതല്ല, 2025 ജൂണിൽ പ്രവർത്തന രഹിതമായ ബാരാപ്പോൾ നവീകരിച്ച് അതിൻ്റെ റിപ്പയർ വർക്ക് നടത്തി 1 വർഷം എടുത്തിട്ടും അതിൻ്റെ പഠനം പൂർത്തിയാക്കുകയോ ഉത്പാദനം നടത്തും. 40 മെഗാവാട്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ആവശ്യം വരുന്നതിൻ്റെ 10-1. ആ 40 മെഗാവാട്ട് ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന ബാരാപ്പോളിനെ അവരെ അവഗണിച്ചു. ഞാൻ അവിടെ പോയി സന്ദർശിച്ചു. നേരത്തെ മന്ത്രിയുടെ കൂടത്തിൽ പോയി സന്ദർശിച്ചു. അപ്പോൾ മന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ വീണ്ടും പോയി സന്ദർശിച്ചു. അപ്പോൾ അവർ ഡൽഹിയിൽ നിന്ന് പഠന സംഘം വന്ന് അതിൻ്റെ റിപ്പോർട്ട് ചോദിച്ചു, പലവട്ടം ചോദിച്ചു. ഇന്നലെ ഞാൻ സംസാരിച്ചു. ബാരാപ്പോളിൽ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തി അവിടെ ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് ഉത്പാദനം വേഗത്തിലാക്കാൻ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വൈദ്യുതിയുടെ കാര്യം എന്താ? നാളെ പോയിട്ടേക്ക് തുടങ്ങാൻ പറ്റില്ല. റോഡ് പണിയാണെങ്കിൽ ഇന്ന് തുടങ്ങാം, പാലമാണെങ്കിൽ തടിപ്പാലം വിടാം. ഇത് വൈദ്യുതിയല്ലേ? അതിൻ്റെ സെക്യൂരിറ്റി, അതിൻ്റെ പ്രവർത്തന രംഗത്തുണ്ടാകുന്ന തടസ്സങ്ങൾ നീക്കി വെള്ളത്തിൻ്റെ ചോർച്ച പൂർണ്ണമായിട്ടും തടഞ്ഞ് ജനങ്ങളുടെ വീടിനും സ്വത്തിനും നല്ല സുരക്ഷിതത്വം ഉറപ്പുവരുത്തി അടുത്ത മഴക്കാലത്തെങ്കിലും ബാരാപ്പോൾ പ്രവർത്തനക്ഷമം. ഈ ചില നിയമനങ്ങളൊക്കെ